നിസ്കാരം കൂടുതൽ എൻജോയ് ചെയ്യാനും നിസ്കാരത്തിന്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് ടിപ്പ് പറയട്ടെ, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാരും കിടന്ന് ഉറങ്ങാൻ നേരത്ത് ആ നിസ്കാരത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട്, റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബിലേക്ക് പങ്കുവെക്കാനൊക്കെ വല്ലാത്ത ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ എണീക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആരും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു നിസ്കാരത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ആ നിസ്കാരത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ സുജൂദിന് ദൈർഘ്യം കൂട്ടുന്നതും. ഈ നിസ്കാരം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹത്തോടു കൂടി നിസ്കരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഫോക്കസിംഗ് ലഭിക്കും, കോൺസെൻട്രേഷൻ ലഭിക്കും. അങ്ങനെ നമുക്ക് തഹജ്ജുദ് നിസ്കാരത്തിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും നിസ്കാരത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫർള് നമസ്കാരങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഫർള് നമസ്കാരങ്ങൾ നമ്മൾ നിൽക്കാൻ നേരത്തെ തന്നെ എന്ത് ചെയ്യുക? റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബെ എനിക്ക് നിസ്കാരത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിസ്കാരത്തിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തൗഫീക്ക് നൽകണ റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഫർള് നമസ്കാരത്തിൽ ഒരിക്കലും കടമ നിർവഹിക്കുന്ന ആ ഒരു ചിന്ത ഉണ്ടാകല്ലേ. അതിനപ്പുറം ആ നിസ്കാരം എന്നുള്ളത് പടച്ചോന്റെ വലിയൊരു ഗിഫ്റ്റാണ്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ നമസ്കാരം കഴിയുമ്പോഴും എന്തെങ്കിലും വീഴ്ച വരാൻ നേരത്ത് അടുത്തൊരു നമസ്കാരത്തിലേക്ക് നമ്മൾ കടക്കാൻ നേരത്ത് ആ വീഴ്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വുളു എടുക്കാൻ നേരത്ത് നമ്മുടെ പാപങ്ങൾ കുഴുങ്ങി പോവുകയാണ്. നിസ്കാരത്തിലെ സുജൂദിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ പാപങ്ങൾ കുഴുങ്ങി പോവുകയാണ്. അപ്പൊ അത്രത്തോളം റബ്ബിന്റെ ആ ഗിഫ്റ്റിന്റെ ആ വാല്യൂ നമ്മൾ തിരിച്ചറിയുക, റബ്ബിനെ ശുക്ർ ചെയ്യുക.